തുടർച്ചയായ രണ്ടെണ്ണൽ സംഖ്യകളും അവയുടെ ആദ്യത്തേതിൻ്റെ വർഗവും കൂടി കൂട്ടുമ്പോൾ 5329 x+1 ആണെന്നിരുന്നു കേട്ടോ. അങ്ങനെ സംഖ്യകളേത് എന്നാ ചോദിച്ചു. തുടർച്ചയായ രണ്ടെണ്ണൽ സംഖ്യകളും ആദ്യത്തേതിൻ്റെ വർഗവും, അതായത് x+1 x² അതുകൂടെ കൂട്ടുമ്പോൾ 5329 തന്നിട്ടുണ്ട്. ഈ x കൂടെ കൂട്ടുമ്പോൾ 2x + 1 + x² സമം 5329. ഞാൻ 1 + 2x എന്ന് എഴുതുന്നു സൗകര്യത്തിന്. + x² = 5329. അത് 1² + 2 × 1 × x 2xന് + x² സമം 5329. a + b² a² + 2ab + b² ആ മോഡലിലായതുകൊണ്ട് ഇതിനെ നമുക്ക് 1 + x² എന്ന് എഴുതാം. 5329. അപ്പോൾ 1 + x² 5329 ആണെങ്കിൽ 1 + x എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് വരും 5329. അതിൻ്റെ റൂട്ട് എത്രയാണ് കണ്ടുപിടിക്കാൻ എളുപ്പം വഴി പറയാം. 70ൻ്റെ സ്ക്വയർ നമുക്കറിയാം 4900. 7ൻ്റെ സ്ക്വയർ 20 കൊടുക്കുക. അപ്പോൾ നമുക്ക് 73 ആണോ നോക്കാം. 3ൻ്റെ സ്ക്വയർ 9 ആണല്ലേ. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പം വഴി പറയാം. 3ൻ്റെ സ്ക്വയർ എഴുതുക 9, പിന്നെ 7ൻ്റെ സ്ക്വയർ എഴുതുക 49, ഇടയ്ക്കൊരു 0 കൊടുക്കുക 4 അക്ക സംഖ്യ ആയതുകൊണ്ട്. ഇനി ഇത് 3 കൂടെ ഗുണിക്കുക. 73ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ഈ 2 3 7 കൂടെ ഗുണിക്കുക 42 കിട്ടും. ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതിയിട്ട് കൂട്ടി നോക്കിയാൽ മതി. 2 5329 കിട്ടുന്നുണ്ട്. അപ്പോൾ 1 + x എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് 73 ആണ്. 73ൻ്റെ സ്ക്വയർ അല്ല. അപ്പോൾ x സമം ഈ 73 ഈ +1 ഇപ്പുറം വരുമ്പോൾ -1 72. x 72 എന്ന് കിട്ടി. അപ്പോൾ x+1 അടുത്ത സംഖ്യ ഏത് വരും? 72 73. ഓപ്ഷൻ ബി ആണ്. സംഖ്യകളും ആദ്യത്തേതിൻ്റെ വർഗവും കൂടെ കൂട്ടുമ്പോൾ ഇത്രയും. ഇതിനെ 2x + 1 x + x 2x + 1 അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു. 1 + 2x + x². ഇത് 1 + x² ഇത്രയും. 1 + x അതിൻ്റെ റൂട്ട് 73. 73ൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പം വഴി 3ൻ്റെ സ്ക്വയർ എഴുതുക, 7ൻ്റെ സ്ക്വയർ എഴുതുക, ഇടയ്ക്കൊരു 0 കൊടുക്കുക. പിന്നെ ഇത് 3 കൂടി ഉണ്ട്. 2 3 7 കൂടെ 42. ഒറ്റയുടെ സ്ഥാനം വിട്ട് കൂട്ടിയിട്ട് കൂട്ടി നോക്കുക. 1 + x √ 5329. 73 അതായത് x എന്ന് പറയുന്നത് 73 72 73 വരും.